ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ ടെറസ് കിച്ചണിൽ ഞാൻ വീണ്ടും വന്നിരിക്കുന്നു. അതിൽ പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ കുറേ നാളായി നിങ്ങൾ ആവശ്യപ്പെടുന്നൊരു കാര്യമാണ്, ഞാൻ പ്രോമിസ് ചെയ്തൊരു കാര്യമാണ്. അത് ഈ വർഷം ഞാൻ സാധിച്ചു തരികയാണ്. 2024 നിങ്ങൾക്കുള്ള ഗിഫ്റ്റാണ് എൻ്റെ ഈ ഒരു വിഭവം. അതായത് മുട്ട പഫ്സ്, എഗ് പഫ്സ്. ഒരുപാട് നാൾ, എനിക്ക് തോന്നുന്നു എൽഎൻ ബ്ലോഗ്സ് തുടങ്ങിയ കാലം തൊട്ട് ഏകദേശം 4 വർഷമാകുന്നു. എല്ലാവരും ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, ചേച്ചിയുടെ വേർഷൻ ഓഫ് എഗ് പഫ്സ്. ഞാൻ ചെയ്യുന്ന എഗ് പഫ്സ് എന്ന് വെച്ചാൽ സിമ്പിൾ അങ്ങനത്തെ അല്ല, പ്രൊഫഷണലായിട്ട് ബേക്കറി ആൾക്കാർ ചെയ്യുന്ന ആ ഒരു മെത്തേഡിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്ത് കാണിക്കണം എന്നുള്ളൊരു ആവശ്യം ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പൊറോട്ടയുടെ വീഡിയോ ചെയ്തതുപോലെ, എന്താ പറയുക, വീശാത്ത പൊറോട്ട ചെയ്ത പോലെ നമുക്ക് പാതകം പുറമൊക്കെ ഉള്ളത് നല്ലതാണ്, ഒന്ന് പരത്താനും മടക്കാനും ഫോൾഡ് ചെയ്യാനും ഒക്കെ. അപ്പോൾ ആ രീതിയിലുള്ള, അപ്പോൾ അതിന് ഇച്ചിരി സമയം വേണം തോന്നി. അപ്പോൾ എനിക്ക് തോന്നി ഇപ്പോൾ കറക്റ്റ് ടൈമാണ്. ഓക്കെ, അതുകൊണ്ട് എഗ് പഫ്സ് ഒരു പ്രൊഫഷണൽ സ്റ്റൈലിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യണമെന്ന് കാണണ്ടേ? അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മുട്ട പുഴുങ്ങി തോടൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. എഗ് പഫ്സാണ് ഇതേ പേസ്റ്റ്, അതായത് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കണ മെത്തേഡ് എന്ന് പറഞ്ഞാൽ പഫ് പേസ്ട്രി തന്നെ ഉണ്ടാക്കിയിട്ടാണ് ചെയ്യണം. പഫ് പേസ്ട്രി ഷീറ്റ്സ്, നമുക്ക് ഓരോന്നിനും ഓരോ ടൈപ്പ് ഓഫ് പേസ്ട്രി ഷീറ്റ്സ് ഉണ്ട്. പഫ് പേസ്ട്രി എന്ന് പറയുമ്പോൾ നല്ല ഫ്ലേക്കി ആയിട്ട് ബേക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ലെയറായിട്ട് നല്ല കരുകരുപ്പായിട്ട് ഇളകി വരുന്നതാണ് പഫ് പേസ്ട്രിയുടെ ഷീറ്റ്. അതുപോലെ പല പല പേസ്ട്രി ഷീറ്റ്സ് ഉണ്ട്. നമുക്കിപ്പോൾ കേക്ക്സ്, പേസ്ട്രീസ്, സ്വീറ്റ് പേസ്ട്രീസ് ഒക്കെ ചെയ്യുമ്പോൾ അത് വേറെ ഷീറ്റ്സ് അടിക്കുന്നത് കേക്കിൻ്റെ ഒരു പാറ്റേണിലല്ലേ. അതിനകത്ത് ലെയേഴ്സ്, ഫില്ലിങ്, പിന്നെ എന്താ പറയുക, ക്രീമൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ ഫ്രൂട്ട് ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട് ചെയ്യുന്നത്, ഇറ്റ്സ് ഡിഫറെൻറ്റ്, അത് വേറെ ടൈപ്പ്. അപ്പോൾ ഇത് പഫ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നതാണ് പഫ് പേസ്ട്രി ഷീറ്റ്സ്. അപ്പോൾ അതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ പഫിൻ്റെ പേസ്ട്രി ഷീറ്റ്സ് ഉണ്ടാക്കണം. അത് വെച്ചാൽ പിന്നെ എന്ത് ഫില്ലിങ് വെച്ച് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം, അതുണ്ടാക്കി പഠിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ മൈദ മാവിലാണ് അത് ചെയ്യുന്നത്. അതിന് മുന്നേ മുട്ടയുടെ ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കാം. എഗ് ഫില്ലിംഗ്, അതിന് പഫ്സിനകത്ത് വയ്ക്കാനുള്ള ഫില്ലിങ്. അപ്പം അതിനാവശ്യമുള്ള മസാല ഉണ്ടാക്കാം. ഓക്കെ, 4 സവാളയൊക്കെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ തുടങ്ങാം. അപ്പോൾ സവാള, കാര്യങ്ങൾ എല്ലാം കൂടി ചേർത്തിട്ടൊന്ന് വഴറ്റുന്നു. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. ഇതിലങ്ങനെ ഒരുപാട് മുളക് പൊടി ചേർക്കില്ല. അറിയാമല്ലോ, പഫ്സിനകത്തിരിക്കുന്ന ഒരു റെഡ് കളറല്ല, കൂടുതലും ഒരു യെല്ലോ ബ്രൗൺ കളറാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് പച്ചമുളകിൻ്റെ എരിവും വേണമെങ്കിൽ ഇച്ചിരി കുരുമുളക് പൊടി അങ്ങനെയൊക്കെ ചേർത്തിട്ട് ചെയ്യാം. ഇച്ചിരി എണ്ണ ഒഴിക്കട്ടെ. അപ്പോൾ ഒരല്പം എണ്ണ ഒഴിച്ച് കൊടുക്കാം, ഒരു 1.5 ടേബിൾ സ്പൂൺ എണ്ണ. അപ്പോൾ ഇനി ഉള്ളി, ഇത് 4 ഇടത്തരം സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞത്, സ്ലൈസസ്. അപ്പോൾ ഇതൊന്ന് വാടട്ടെ. കുറച്ച് ഉപ്പ് ചേർക്കാം. പെട്ടെന്ന് തന്നെ ഇങ്ങനെ വാടി അതിൻ്റെ എന്താ പറയുക, ചുരുങ്ങി വരില്ലേ, കുറച്ച് വോളിയമൊക്കെ കുറയും. നമുക്കൊരു ഗോൾഡൻ ബ്രൗൺ അങ്ങനെയൊന്നും അല്ല കേട്ടോ, ഇത് ജസ്റ്റ് ഒന്ന് വഴറ്റി ഒരു ഇങ്ങനെ കുഴഞ്ഞ് വരുന്ന രൂപത്തിലാണ് നമുക്കിതിന് വേണ്ടത്. 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി, അരച്ചതോ ചതച്ചതോ ആയാലും കുഴപ്പമില്ല. അതുപോലെ 1/2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, ഒരു 4-5 വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഇങ്ങനെ അരച്ചെടുത്താൽ കിട്ടും. 2 വലിയ പച്ചമുളകായിരുന്നു, അതും കൂടി ചേർക്കാം. എല്ലാം കൂടി ഒന്ന് വഴണ്ട് കിട്ടട്ടെ. അപ്പോൾ 1/2 ടേബിൾ സ്പൂൺ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 1.5-2 ടീസ്പൂൺ വെച്ചാകാം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കും. ഇപ്പം നോക്കിയ സവാളയൊക്കെ നന്നായിട്ട് വാടിക്കഴിഞ്ഞു, ആക്ച്വലി കഴിഞ്ഞു. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെയൊക്കെ പച്ചച്ചുവയൊക്കെ മാറി. ഇനി ഒരല്പം ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കാം, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. അപ്പോൾ ഇതാണ് ഒരു കളറായിട്ട് വരുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു ഭയങ്കര ഒരു യെല്ലോ ബ്രൗൺ കളറിനെ ഒന്ന്, ആ ഒരു മൊണോട്ടണി ഒന്ന് ബ്രേക്ക് ചെയ്യാൻ വേണമെങ്കിൽ ഒരു അല്പം മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ടോട്ടലായിട്ട്. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ, കറക്റ്റ് ടീസ്പൂണിൽ തന്നെ എടുക്കുക കേട്ടോ, ചെറിയ സ്പൂണിന് മല്ലിപ്പൊടി, പിന്നെന്താ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തു, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. ഇത്രയും കാര്യങ്ങളാണ് ചേർത്തിരിക്കുന്നത്. ഉപ്പ് ഞാൻ ഓൾറെഡി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു പച്ചച്ചുവ മാറാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഒരല്പം വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഒരുപാട് വേണ്ട, കുറച്ച്, ഒരു 1/4 കപ്പ് വെള്ളം, അതായത് ഒരു 3 ടേബിൾ സ്പൂൺ. അപ്പോൾ ഇത് ഓൾറെഡി വെന്ത് കഴിഞ്ഞെങ്കിൽ ഒരു കുഴഞ്ഞ ഭാഗം കുറച്ചുകൂടി ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ടാണ് ഈ 1/4 കപ്പ് വെള്ളം കൂടി ചേർക്കുന്നത്. ചെറിയ തീയിലാണ് ഇട്ട് വയ്ക്കുന്നത്. കറിവേപ്പില ഒന്ന് മുറിച്ചിടാം. ഇച്ചിരി വലിയ കറിവേപ്പില എന്നത് കാരണം ഞാനൊന്ന് മുറിച്ചിടുന്നു. ഒരല്പം വെള്ളം കൂടി ചേർക്കുന്നു. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 മുതൽ 1/2 ടീസ്പൂൺ വരെ ആകാം.
എത്ര മസാല മണം വേണം അതനുസരിച്ചിട്ട്. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാല ഈസ് റെഡി. അതിച്ചിരി ഉപ്പും കൂടി വേണം. കഴിഞ്ഞു, അത്രേ ഉള്ളൂ. ഇനി മല്ലിയില ചേർക്കണം എന്നുള്ളവർക്ക് മല്ലിയിലയാകാം, ഒരു കുഴപ്പമില്ല. ആഹാ, നല്ല മണം. തീ ഓഫ് ചെയ്യാൻ പോകുന്നു. ഇതാണ് നമ്മുടെ പഫ്സിനകത്ത് വയ്ക്കുന്ന ഫില്ലിങ്. ഇതിൻ്റെ കൂടെ മുട്ടയും കൂടി രണ്ടായിട്ട് മുറിച്ചിട്ട് ഓരോ പീസ് വയ്ക്കും. ഇതൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റാൻ പോകുന്നു. അപ്പോൾ ഇങ്ങനെ കുഴഞ്ഞ രീതിയിൽ ഇരിക്കണം. അപ്പോൾ നല്ലൊരു മയത്തിലുണ്ടാവും. പാത്രത്തിലേക്ക് മാറ്റട്ടെ. അപ്പോൾ ഇതിൻ്റെ എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്താം. ഞാനിപ്പോൾ 2 പച്ചമുളക് ചേർത്തു. അത്യാവശ്യം സ്പൈസിയാണ്. ഒരു പച്ചമുളകായാലും മതി. പിന്നെ മുളക് പൊടി ആൻഡ് കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയേ ചേർത്തിട്ടുള്ളൂ. അതെല്ലാം ഇഷ്ടത്തിന് ചെയ്തോളൂ, ഒരു കുഴപ്പമില്ല. പിന്നെ കറിവേപ്പില ചില ആൾക്കാർ പഫ്സിലിടും, ചില ആൾക്കാർ ഇടില്ല. ഞാനിടുന്നു. പിന്നെ മല്ലിയില ഇടുന്നവരുണ്ട്, മല്ലിയില ഇടാത്തവരുണ്ട്. അത്തരം ചേഞ്ചസൊക്കെ ഓരോ ബേക്കറിയും ഓരോ സ്റ്റൈലിലല്ലേ ചെയ്യുന്നത്. പച്ചമുളക് ചതച്ച് ചേർക്കാം, അരച്ച് ചേർക്കാം, അല്ലെങ്കിൽ അരിഞ്ഞ് ചേർക്കാം, എന്താണെങ്കിലും പ്രശ്നമില്ല. അപ്പോൾ മസാലക്കൂട്ട് റെഡി. മുട്ട പഫ്സിൻ്റെ എഗ് മസാലയുടെ മസാല ഈസ് റെഡി. സോ ഈസി അല്ലേ? എളുപ്പമാണ്, ആർക്ക് വേണമെങ്കിലും ചെയ്യാം. ഈസി ആയിട്ട് ചെയ്യുന്ന കാര്യമാണ്. ഇതൊരു സൈഡിലിരിക്കട്ടെ. അപ്പോൾ മുട്ട പുഴുങ്ങിയത് റെഡി, മസാല ഈസ് റെഡി. ഇതിപ്പോൾ ഇനി നമുക്ക് ലാസ്റ്റ് എടുത്താൽ മതി. ഇനി ചെയ്യാൻ പോകുന്നത് പേസ്ട്രിക്ക് വേണ്ടിയിട്ടുള്ള മാവ് കുഴയ്ക്കാം. അപ്പോൾ മൈദ മാവ് 2 കപ്പ് മൈദയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. 1 കപ്പ്, അതുപോലെ 1 കപ്പും കൂടി എടുക്കാം. നല്ല കമ്പനിയുടെ നല്ല ബ്രാൻഡിലുള്ള മൈദ മാവ് തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ 2 കപ്പ് മൈദ മാവ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ചേർക്കുന്ന ബാക്കി കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ചെറുതായിട്ടൊന്ന് പറയാം. അതായത് ഇതിൽ ഞാനിപ്പോൾ 1/2 മുട്ട ചേർക്കുക, 1 മുട്ടയുടെ പകുതി. അപ്പോൾ ഒരു ഫുൾ മുട്ട പൊട്ടിച്ച് ഇങ്ങനെ ഉടച്ച് വെച്ചിട്ടുണ്ട്, അതിൻ്റെ പകുതി എടുക്കാം. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ എഗ് പഫ്സാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് കുഴപ്പമില്ല, മുട്ട ചേർത്ത് തന്നെ ഇതിൻ്റെ പേസ്ട്രി തയ്യാറാക്കണം. ഇനി ഇൻ കേസ് നിങ്ങൾ പ്യുവർ വെജിറ്റേറിയൻ ആണെങ്കിൽ പേസ്ട്രി ഉണ്ടാക്കണം, ഇത് പഫ് പേസ്ട്രി ഉണ്ടാക്കണം. അകത്തെ ഫില്ലിങ് വെജിറ്റബിൾ മസാലയാണെങ്കിൽ ഇതിനകത്ത് വെക്കുന്നത്, അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ലല്ലോ. ഫില്ലിങ് വെജിറ്റബിൾ മസാല വെച്ച് ഫില്ല് ചെയ്യുക. അപ്പോൾ മുട്ട പോലും ഉപയോഗിക്കാത്ത ആൾക്കാരാണെങ്കിൽ ഈ ഒരു മൈദയുടെ കൂട്ടിൻ്റെ കൂടെ പേസ്ട്രി ഉണ്ടാക്കുമ്പോൾ ആ മുട്ടയുടെ ഭാഗം ഒഴിവാക്കുക, ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ ഇതിപ്പോൾ മുട്ട ചേർത്ത് ചെയ്യുന്നതായതുകൊണ്ട് ഞാൻ മുട്ടയും കൂടി ചേർക്കുന്നു. ജനറലി മുട്ട ചേർക്കണം. ഓക്കെ, അപ്പോൾ ഇതൊരു 1/2 മുട്ട, പിന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1/2 ടീസ്പൂൺ ഉപ്പ്. പിന്നെ ഇതിൽ ചേർക്കേണ്ട ഒരു കാര്യം ഡാൽഡയാണ്. ഡാൽഡ എന്ന് പറഞ്ഞാൽ പല ടൈപ്പ്, പല ബ്രാൻഡ്. പക്ഷേ നല്ല മുന്തിയ ബേക്കറീസ് അല്ലെങ്കിൽ നല്ല സ്റ്റാൻഡേർഡ് ബേക്കറീസ്, നമ്മൾ ചെന്ന് ആ ബേക്കറിയിലെ പഫ്സ് കൊള്ളാം എന്ന് പറഞ്ഞ് വാങ്ങണ ചില സ്പെഷ്യൽ ബേക്കറീസ് ഉണ്ടാവുമല്ലോ, നല്ല എന്താ പറയുക ഓയിലി, നല്ല മോയിസ്റ്റ് ആയിട്ടിരിക്കുന്ന, നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്ന പഫ്സ് കിട്ടുന്ന സ്ഥലത്തൊക്കെ അവരെല്ലാം ഉപയോഗിക്കുന്നത്, വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ളവർ ഉപയോഗിക്കുന്നത് ലില്ലി എന്ന് പറഞ്ഞ ഒരു ഡാൽഡയാണ്. ലില്ലി ഡാൽഡ എന്ന് പറഞ്ഞാൽ കിട്ടും. പക്ഷേ ഹോൾസെയിൽ കടയിലൊക്കെ ഇത് 1 കിലോ ഒരു ടിന്നായിട്ട് 5 കിലോ അങ്ങനെയൊക്കെയാണ് സാധാരണ കിട്ടാറ്, ലൂസായിട്ട് കിട്ടില്ല. ഞാൻ പക്ഷേ കുറച്ച് നമ്മുടെ പരിചയത്തിലുള്ള സ്ഥലത്തുനിന്ന് വാങ്ങണമുണ്ട്, എനിക്ക് മാത്രമായിട്ട് കുറച്ചായിട്ട് തന്നു. കാരണം ഞാൻ എല്ലാ ദിവസവും ഇവിടെ പഫ്സ് ഉണ്ടാക്കുന്ന ആളല്ലല്ലോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഷൂട്ടിംഗ് പേർപ്പസിനാണ്, എനിക്കൊന്ന് മെഷർ ചെയ്ത് തന്നെ തരണം. ഞാൻ എന്തായാലും 1 കിലോ മേടിച്ചിട്ടുണ്ട്. അതിനകത്ത് നിന്നും ഞാൻ കുറച്ചുകൂടെ സ്മോളർ പോർഷനായിട്ട്, അതായത് നമുക്ക് ടോട്ടൽ വേണ്ടത് 100 ഗ്രാം പ്ലസ് 25 ഗ്രാംസ് 125 ഗ്രാം ഡാൽഡയാണ് വേണ്ടത്. അപ്പോൾ ലില്ലി ഡാൽഡ തന്നെ ഉപയോഗിക്കണം പറ്റുമെങ്കിൽ. അതിലിപ്പോൾ 50 ഗ്രാമിൻ്റെ 2 പാക്കറ്റായിട്ട് അളന്ന് വെച്ചിരിക്കുവാണ്. പിന്നെ ഇത് 25 ഗ്രാം 25 ഗ്രാംസ്. ഇത് നമ്മൾ മാവിൻ്റെ കൂടെ മിക്സ് ചെയ്യും. ഇപ്പോൾ ഏകദേശം ക്ലിയർ ആയെന്ന് വിചാരിക്കണം. ഇത് നമുക്കല്ലാണ്ട് അതിൻ്റെ മേളിൽ തേക്കാനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഈ മാവിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നു. അത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ 25 ഗ്രാം ഡാൽഡ, ലില്ലി ഡാൽഡയാണ് ചേർക്കുന്നത്. കൈ കൊണ്ട് നമുക്കതിനകത്തേക്ക് ഇങ്ങനെ യോജിപ്പിച്ച് കൊടുക്കാം. സാധാരണ പേസ്ട്രീസിലൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയാണ്, മൈദയുടെ കൂടെയാണ് ഡാൽഡ ആണെങ്കിലോ അല്ലെങ്കിൽ ബട്ടർ ആണെങ്കിലോ ഇങ്ങനെ ആക്കിയിട്ട് നമ്മൾ പുട്ടിൻ്റെ പൊടിയൊക്കെ നനയ്ക്കുന്ന പോലെ സെറ്റ് ചെയ്തെടുക്കാം. അതാണ് ഫസ്റ്റ് പരിപാടി. നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും അത് കറക്റ്റായിട്ട് മിക്സായി കഴിഞ്ഞിട്ട് നമുക്ക് 1/2 മുട്ടയും 1 മുട്ടയുടെ പകുതിയും പിന്നെ ആവശ്യാനുസരണം വെള്ളം ഒഴിച്ചിട്ട്, തണുത്ത വെള്ളമാണെങ്കിൽ കൂടുതൽ നല്ലത്, ഐസ് വാട്ടർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ, അതായത് സാധാരണ റൂം ടെമ്പറേച്ചർ ആണെങ്കിലും കുഴപ്പമില്ല. ഒരു ചപ്പാത്തിയുടെ മാവൊക്കെ കുഴയ്ക്കുന്ന പോലെ കുഴച്ച് എടുക്കാം.
എൻ്റെ മോതിരമൊക്കെ ഊരി വെച്ചു. ഓക്കെ, ഇനി ഇതൊരു മുട്ടയാണ്, ഇതിൻ്റെ പകുതി ഹാഫ്. ഇനി ആവശ്യാനുസരണം വെള്ളം. ഇപ്പോൾ ചപ്പാത്തിയൊക്കെ കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുക്കാം. ഓവർ ടൈറ്റായിട്ട് വേണമെന്നില്ല, കറക്റ്റായിട്ട് ഒരു സോഫ്റ്റായിട്ടുള്ളൊരു ഡോ ആയിട്ട് കുഴച്ചെടുക്കുക. നന്നായിട്ട് കുഴച്ച് റെഡിയാക്കി ഉരുട്ടിയെടുക്കാം. ദേ നോക്കിയേ, ഈ രീതിയിൽ കാണുന്നുണ്ടല്ലോ, അത്യാവശ്യം സോഫ്റ്റായിട്ടുള്ളൊരു ഡോ ആയിട്ട് കുഴച്ചെടുക്കുക. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇനി പാദം പുറത്ത് വെച്ചാണ് ഇനി ബാക്കി പരിപാടികൾ. ഇത് ഞാൻ നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി ഇട്ടിരിക്കുവാണ്. ഇവിടെ ഒന്നുമില്ല, ഇറ്റ്സ് വെരി വെരി നീറ്റ് ആൻഡ് ക്ലീൻ. ഇനി ഇവിടെയാണ് എൻ്റെ ബാക്കി കലാപരിപാടികൾ നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇച്ചിരി മൈദാമാവ് ഇങ്ങനെ ഇടാം. റെക്റ്റാങ്കിൾ ഷേപ്പായിട്ടാണിത് പരത്തിയെടുക്കേണ്ടത്. അപ്പോൾ അതനുസരിച്ചിട്ട് പറ്റുന്നിടത്തോളം ഇങ്ങനെ നീളത്തിന് റെക്റ്റാങ്കിൾ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് ഇങ്ങനെ പരത്തിയെടുക്കാം. അപ്പോൾ ഇത് സ്ക്വയറല്ല, റെക്റ്റാങ്കിളായിട്ട് ചെയ്യുന്നതാണ് നല്ലത് ഈ ഒരു സമയത്ത്. അപ്പോൾ ഇവിടെ ഇനി ഇടയ്ക്ക് വേണമെങ്കിൽ ഇങ്ങനെ തട്ടിക്കൊടുക്കാം. അത്യാവശ്യം കനം കുറച്ച് തന്നെ പരത്താം ഇതുപോലെ. ഇറ്റ്സ് ഓൾമോസ്റ്റ് റെക്റ്റാങ്കിൾ ഷേപ്പ്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് 50 grams ലില്ലി ഡാൽഡ. ഏത് ഡാൽഡയാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് ആ ഡാൽഡ. ഇതിപ്പോൾ ഞാൻ ലില്ലിയാണ് യൂസ് ചെയ്യുന്നത്. അതിങ്ങനെ തേച്ച് പിടിപ്പിക്കാം. ഇങ്ങനെ ഡാൽഡേനെ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുക. ഫുള്ള് ആദ്യ അവസാനം ഈ ഫുള്ള ഷീറ്റിലും ഇങ്ങനെ ചെയ്യാം. അങ്ങനെ ഈ ഷീറ്റിൻ്റെ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് ഇങ്ങനെ തേച്ച് കൊടുത്തു. ഇനി ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, അതായത് വീതി കുറഞ്ഞ ഭാഗം, വീതി കുറഞ്ഞതെന്ന് പറയുമ്പോൾ ഇത് റെക്റ്റാങ്കിൾ ഷേപ്പ് ആയതുകൊണ്ട് വീതി കുറഞ്ഞ ഭാഗം നടുക്കായിട്ട് കൊണ്ടുവരും. എന്നിട്ട് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഇതിൻ്റെ മുകളിലായിട്ട് കൊണ്ടുവന്ന് വയ്ക്കുന്നു. കണ്ടല്ലോ, സിറ്റ്. അപ്പോൾ ആ 50 grams ഓഫ് ഡാൽഡയിൽ നിന്നും കുറച്ച് മാറ്റി വെച്ചതും കൂടി ഇതിൻ്റെ ഭാഗത്തായിട്ട് തേച്ച് കൊടുക്കുക. എന്നിട്ട് അതെ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് സെൻറ്ററിലേക്ക് കൊണ്ടുവരുന്നു. ഇതുപോലെ തന്നെ ഈ ഭാഗത്ത് കുറച്ച് തേച്ച് കൊടുക്കാം. അപ്പോൾ ടോട്ടലൊരു 50 grams മതി കേട്ടോ ഇത് ഇത്രയും ചെയ്യാൻ. ഇതിൻ്റെ മുകളിലായിട്ട് വയ്ക്കുന്നു. ഇപ്പോൾ എന്ത് ഷേപ്പായി? ഇപ്പോൾ ഒരു സ്ക്വയർ ഷേപ്പായി. കാണുന്നുണ്ടല്ലോ, സ്ക്വയർ ഷേപ്പ്. ഒരു ടിന്നിൻ്റെ മുകളിലേക്ക് ഞാൻ വയ്ക്കുകയാണ്. എന്നിട്ട് ഇത് ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിലേക്ക് വയ്ക്കാം. 15 മിനിറ്റ് ഇതൊന്ന് സെറ്റാകും. അത് കഴിഞ്ഞിട്ട് പുറത്തേക്ക് എടുത്തിട്ട് ഇപ്പം നമ്മൾ പരത്തിയതുപോലെ നേരത്തെ റെക്റ്റാങ്കിൾ ഷേപ്പാണെങ്കിൽ ഇനി ചെയ്യാൻ പോണത് സ്ക്വയറായിട്ട് പരത്തണം. ഫ്രിഡ്ജിൽ വയ്ക്കട്ടെ. ആഫ്റ്റർ 15 മിനിറ്റ്സ് അത് എടുത്തിട്ട് വരാം ഞാൻ. ഇവിടെ എല്ലാം കുളമായിരിക്കുകയാണ്. ഇത് കഴിയട്ടെ, ഇത് കഴിച്ചിട്ട് ഇതെല്ലാം ക്ലീൻ ചെയ്യാം. ഇനി വീണ്ടും നമ്മൾ പരത്തുമൊക്കെ വേണമല്ലോ. 15 മിനിറ്റ് സമയം കഴിഞ്ഞു. അപ്പോൾ ഇത് നമുക്ക് വീണ്ടും പാദം പുറത്ത് തന്നെ വയ്ക്കാം. ഇത് കുറച്ചുകൂടെ ഒന്ന് ഉറച്ചിട്ടുണ്ട്, ഇച്ചിരി കൂടെ ഒരു സ്ട്രോങ്ങർ ആയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതേപോലെ തന്നെ പരത്താം. നേരത്തെ ചെയ്ത പോലെ കുറച്ചുകൂടി കാണുന്നുണ്ടല്ലോ, ഇച്ചിരി കൂടെ ബലം ഉപയോഗിച്ചിട്ടാണ് പരത്തേണ്ടത്. ഇത് കഴിയുന്നിടത്തോളം സ്ക്വയറായിട്ട് പരത്താൻ നോക്കണം.
ഇതും നല്ല തിന്നായിട്ട് തന്നെ പരത്താം, കട്ടി കുറച്ച്, നല്ല കനം കുറച്ച്. നല്ലൊരു ഷീറ്റാക്കി മാറ്റാം. ഞാനിങ്ങനെ കറക്റ്റ് ആ സ്ക്വയർ ഷേപ്പ് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് നോക്കുകയാണ്. അങ്ങനെ നല്ലൊരു സ്ക്വയർ ഷീറ്റാക്കി മാറ്റിക്കഴിഞ്ഞു. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് ആ ഡാൽഡ 50 ഗ്രാം മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഈ ഭാഗത്തും പിന്നെ മടക്കുമ്പോൾ അതിൻ്റെ ഭാഗത്തും എല്ലാമായിട്ട് തേച്ച് കൊടുക്കാം. ഡാൽഡ നല്ല സ്മൂത്താക്കിയിട്ട് തേച്ചാൽ മതി. ഡാൽഡ നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് സ്മൂത്താക്കി ചേർന്ന് ഇങ്ങനെ ചെയ്താൽ മതി. ഈസി ആയിരിക്കും. എല്ലാ കോർണേഴ്സിലും എല്ലാ ബോർഡർ ഏരിയയിലും എല്ലാം നമുക്ക് ഇതിങ്ങനെ തേച്ച് കൊടുക്കാം. അപ്പോൾ നല്ലൊരു കവറിങ് ആയി കഴിഞ്ഞു ടോട്ടലായിട്ട് ഡാൽഡയുടെ. ഇനി ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതും ഇതുപോലെ തന്നെ ഒരു സൈഡിൽ നിന്ന് എടുത്തിട്ട് സെൻറ്ററിലേക്ക് കൊണ്ടുവരിക, ഇതൊന്ന് ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. ഇനി ഈ ഭാഗത്തും നമ്മൾ കുറച്ച് ഡാൽഡ സ്മൂത്താക്കിയിട്ട് ആദ്യത്തെ ഭാഗത്ത് 50 ഗ്രാം, ഇപ്പോൾ 50 ഗ്രാം, അങ്ങനെ ടോട്ടൽ 100. പിന്നെ മാവ് കുഴച്ചപ്പോൾ ഒരു 25 ഗ്രാമും കൂടി ചേർത്തിട്ടാണ് കുഴച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെയും തേച്ച് കഴിഞ്ഞു. ഇനി ഇവിടെ നിന്നും സെൻറ്ററിലേക്ക്, ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വയ്ക്കണം. അപ്പോൾ ഇത് ഈ ഭാഗമായി കഴിഞ്ഞു. ഓക്കെ. അപ്പോൾ ഇവിടെ ഇനി ആക്ച്വലി ആവശ്യമില്ല. ഇതിങ്ങനെ വരുമ്പോൾ ഈ ഭാഗത്തുള്ള ഇതിങ്ങനെ ഇവിടെ കിട്ടും. ഓക്കെ, രണ്ട് സൈഡിലും അങ്ങനെ കിട്ടും. ഈ ഹാഫും കൂടി ഇങ്ങോട്ട് വയ്ക്കുന്നു. അപ്പോൾ കണ്ടല്ലൊരു ബുക്ക് ഫോൾഡ് പോലെ ആയി. ഇറ്റ്സ് ലൈക്ക് എ ബുക്ക് ഫോൾഡ്. നല്ല ഒരു സ്ക്വയർ പീസായി കഴിഞ്ഞു. ഇനി ഇത് ഞാൻ നേരത്തെ ചെയ്ത പോലെ ടിന്നിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ഫ്രിഡ്ജിൽ താഴത്തെ തട്ടി വെച്ചാൽ മതി. 15 മിനിറ്റ്സ്. മിനിറ്റ് വെയിറ്റിംഗ്. അത് കഴിഞ്ഞിട്ട് ഫൈനലായിട്ടുള്ള പരത്തൽ. പിന്നെ നമ്മൾ കറക്റ്റ് സ്ക്വയേഴ്സായിട്ട് കട്ട് ചെയ്തിട്ട്, അതായത് പഫ് പേസ്ട്രിയുടെ ഷീറ്റ്സ് അപ്പോൾ റെഡിയാകും. ഇനി ഇത് എടുത്ത് 15 മിനിറ്റ് കഴിഞ്ഞിട്ട് പരത്തി കഴിയുമ്പോൾ റെഡിയാകും. പിന്നെ നമുക്ക് ആവശ്യമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി. ഇപ്പോൾ എഗ് പഫ്സ് ആയതുകൊണ്ട് നല്ലൊരു സ്ക്വയർ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ 15 മിനിറ്റ് സമയം വീണ്ടും കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ പേസ്ട്രി ഷീറ്റിൻ്റെ കാര്യം എടുക്കാം. ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമാണ് ഇങ്ങനെ വെച്ചിട്ടെടുക്കുമ്പോഴേ. അപ്പോൾ നല്ല ഒരു ഉറപ്പുണ്ടാവും. ഇനി വീണ്ടും ഞാൻ ഇവിടെ ഇച്ചിരി ഒന്ന് ക്ലീൻ ചെയ്തു. ആക്ച്വലി പറഞ്ഞാൽ എല്ലാം കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്താൽ മതി, പക്ഷെ കാണുമ്പോൾ ഒന്ന് ക്ലീൻ ചെയ്യാൻ തോന്നിപ്പോയി. ഇനി വീണ്ടും കുറച്ച് മാവിട്ടിട്ട് ഇനി നമ്മുടെ ഫൈനലായിട്ടുള്ളൊരു പരത്തലാണ്. ഇതും കറക്റ്റ് സ്ക്വയറായിട്ട് തന്നെ നമുക്ക് പരത്തിയെടുക്കണം. പറ്റുന്ന പോലെ, കാര്യം നമ്മൾ എഡ്ജസൊക്കെ എന്തായാലും അവസാനം കട്ട് ചെയ്യാമല്ലോ, അത് പ്രശ്നമൊന്നുമുള്ള കാര്യമല്ല. ഇനി ഓവർ തിന്നാക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇച്ചിരി കറക്റ്റ് ഒരു പൊസിഷനിൽ ചെയ്താൽ മതി. അത്രയും മതിയാകും. തീരെ കനം കുറയ്ക്കണ്ട. ഇനി നമുക്ക് സൈഡ്സൊക്കെ വേണമെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് കട്ട് ചെയ്യാം. കറക്റ്റ് സ്ക്വയറായിട്ട് നമ്മളിങ്ങനെ സൈഡ്സും ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ കറക്റ്റായിട്ട് കിട്ടി. കാണുന്നുണ്ട് കേട്ടോ. അതെ, ഇതാണ് അതിൻ്റെ ഒരു തിക്നെസ്സും. അത്യാവശ്യം തിക്കാണ്. ഇനി ഇതിനെ നമുക്ക് സ്ക്വയേഴ്സായിട്ട് മുറിക്കണം. ഈ ഒരു സ്പാറ്റുല പോലത്തെ നമ്മുടെ ഒരു സ്കെയിൽ ഇത് വെച്ചിട്ടാണ് ഞാൻ ഏകദേശം ഒരു ഐഡിയ വെച്ചിട്ട്. ഇത് എഗ് പഫ്സ് ആകുമ്പോൾ ഷേപ്പ് ഇച്ചിരി വ്യത്യാസമുണ്ടല്ലോ, അത് കാരണം
കുറച്ചുകൂടെ വീതി വേണം. അതേസമയം ഇത് മീറ്റ് പഫ്സൊക്കെ ആണെങ്കിൽ ഇത്രയും വേണ്ട സൈസ്. നമ്മൾ ഫോൾഡിങ്ങിൻ്റെ വ്യത്യാസമുണ്ട്. ഏകദേശം ഒരു ഐഡിയ വെച്ചിട്ട് ഓക്കെ. ഇനി ഇത് കട്ട് ചെയ്യാം. ഓക്കെ, ഓക്കെ. അപ്പോൾ ഏകദേശം കുറേ സ്ക്വയർസ് ആക്കി ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരു 9 സ്ക്വയർസ് ആയിട്ടാണ് കട്ട് ചെയ്തത്. അപ്പോൾ അതിൽ ഇച്ചിരി വലിയ പഫ്സ് ആയിരിക്കും കേട്ടോ. അതിലാദ്യം കുറച്ച് മസാല, എഗ് മസാലയുടെ മസാല വെച്ച് കൊടുക്കാം. ഒരു മുട്ടയുടെ പകുതി കമഴ്ത്തി വയ്ക്കാം. എന്നിട്ട് ഇത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അതായത് ഈ സൈഡിൽ നിന്നും കൂടി എടുത്തിട്ട് ചെറുതായിട്ട്, വലിയ കാര്യമായിട്ട് അങ്ങോട്ട് ഒട്ടിക്കണ്ട, ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കേ, ആദ്യത്തെ പഫ്സ് ഷേപ്പായി കഴിഞ്ഞു. ഇതുപോലെ എല്ലാത്തിനെയും നമുക്ക് ഫിക്സ് ചെയ്യാം. മസാലയൊക്കെ കറക്റ്റായിട്ട് ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ നോക്കുകയാണ്. കറക്റ്റ് ആവശ്യം പോലെ മുട്ട പുഴുങ്ങിയതുകൊണ്ട് വയ്ക്കുന്നു. ഇവിടെ AC റൂം ആയതുകൊണ്ട് പെട്ടെന്ന് ഡ്രൈ ഔട്ട് ആകുന്നുണ്ട്. പെട്ടെന്ന് ചെയ്യണം. ഓക്കെ, രണ്ടാമത്തത് റെഡി. എന്ത് ഈസി അല്ലേ? ഈസി ആയിട്ട് നമുക്ക് പഫ്സ് ഉണ്ടാക്കാം. ഈ രീതിയിൽ ഇത് നല്ല ഫ്ലിക്കി ആയിട്ട് നല്ല പല അടുക്കുകളായിട്ട് സെറ്റായി വരും. അങ്ങനെ നമ്മുടെ പഫ്സൊക്കെ നല്ല ബിഗ് സൈസാണെന്നാണ് എൻ്റെ ഒരു കണ്ടുപിടുത്തം. ഓക്കെ, അയ്യോ. ഇനി ഇത് ട്രേയിലേക്ക് മാറ്റാം. നമ്മളൊന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വയ്ക്കുകയാണ്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പഫ്സ് ഉണ്ടാക്കുമ്പോൾ നല്ല ചൂടിലാണ് ചെയ്യേണ്ടത്. അതായത് 200, ഇതിൻ്റെ മാക്സിമം ചൂട് എത്രയാണോ അത്രയും തന്നെ വെക്കാം, കുഴപ്പമില്ല. അപ്പോൾ എന്നാലേ അത് നല്ലതായിട്ട് വരുള്ളൂ. നല്ല പൊങ്ങി വരണം എന്നുണ്ടെങ്കിൽ അതാണ് നല്ലത്. ട്രേയുടെ അകത്തേക്ക് വയ്ക്കാം. ഇത് വലുതാകും, അതിനുള്ള സ്പേസ് ഇടണം. ഒറ്റ ട്രിപ്പിൽ തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നല്ല വലിപ്പത്തിൽ ഉണ്ടാകുന്ന പഫ്സാണ്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒരു എഗ് വാഷും കൂടി കൊടുക്കാം. അതായത് മുട്ട ഉടച്ചിങ്ങനെ വയ്ക്കുക, അതിൽ ബ്രഷ് മുക്കിയിട്ട് നന്നായിട്ട്, അതാണ് ആ കളറ് കിട്ടുന്നത്. ഒരു ഗോൾഡൻ ബ്രൗൺ കളറ് പഫ്സിന് കാണുന്നത് ഈ എഗ് വാഷ് കൊണ്ട് കിട്ടുന്നതാണ്. അതുകൊണ്ട് ഇത് നിർബന്ധമായിട്ടും ചെയ്യണം. ഇനി പ്യുവർ വെജിറ്റേറിയൻസ് ആണെങ്കിൽ മുട്ട ഉപയോഗിക്കുന്നില്ലെങ്കിൽ പാല് കൊണ്ടിങ്ങനെ ബ്രഷ് ചെയ്താലും മതി. അതായത് 250-ലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. നല്ല ചൂട് വേണം. സാധാരണയായിട്ട് ഈ എന്താ പറയുക, ചിരട്ടക്കരിയിലോ അല്ലെങ്കിൽ ഈ തീ കത്തിച്ചിട്ട് കനലുണ്ടാക്കിയിട്ട് ചെയ്യില്ലേ, പണ്ടത്തെ കാലത്തെ ഓർമ്മ, അതൊക്കെ നല്ല ചൂടല്ലേ. അതുപോലത്തെ ഒരു ചൂട് നമ്മൾ റീക്രിയേറ്റ് ചെയ്യണം. മാക്സിമം ചൂടിൽ ഇരിക്കട്ടെ. വെള്ളം താഴെയും വെച്ചിട്ടുണ്ട് കോയിൽ. അങ്ങനെ നമ്മുടെ പഫ്സ് റെഡി ആയി കഴിഞ്ഞു. ഓഹോ, 2-3 ഇങ്ങനെ വിട്ടു വന്നിരിക്കുന്നു. നോക്കിയേ, നല്ല പഫായിട്ട് അടിപൊളി. ഓക്കെ, എടുക്കട്ടെ. ചൂടായിട്ട് എഗ് പഫ്സ് റെഡി. നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഇതെല്ലാം ഓക്കെയാണ്. ഇതിലിപ്പോൾ ഒരു ഏതെല്ലാം ഇങ്ങനെ ഇളകി വന്നു, അത്രേ ഉള്ളൂ, കുഴപ്പമില്ല. ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. ഇത് 20 മിനിറ്റ്സ് ആണ് ഏകദേശം. 225 to 240 അതുവരെയുള്ള ടെമ്പറേച്ചറിൽ. ഭയങ്കര ചൂടാണ്. അങ്ങനെ അടിപൊളി എഗ് പഫ്സ്. ഇനി ഇതിലോട്ട് മാറ്റാൻ പോണു. അത്യാവശ്യം വലിയ പഫ്സാണ്. ഇത് 1-2 വിളിച്ചത്. ഭയങ്കര ഇഷ്ടം പോലെ നമ്മൾ ഒരു ബേക്കറിയിൽ നിന്ന് വാങ്ങണ അതേ ടെക്സ്ചറിൽ സെയിം അത്രയും തന്നെ ഇങ്ങനെ ഫ്ലേക്കി ആയിട്ട് ഇളകി വരും.
ഞാൻ മുറിച്ച് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ സെക്കൻഡ് സെറ്റിനെ കൂടി ഞാൻ വെക്കാൻ പോണു. ഞാനിപ്പോൾ കുറച്ച് ബട്ടർ പേപ്പറും കൂടി ഇച്ചിരി എണ്ണ തടവിയിട്ട് അടിഭാഗത്ത് വെച്ചു. ഇതധികം ഇല്ല, 3 പേരേ ഉള്ളൂ. വിട്ടു പോകാണ്ടിരിക്കാൻ വേണ്ടി ഇവിടെ കുറച്ചുകൂടി പ്രസ് ചെയ്ത് വെക്കുകയാണ്. പിന്നെ സാധാരണ നമ്മൾ നോൺ വെജ് അല്ലാണ്ട് മീറ്റ് പഫ്സൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ പ്രസ് ചെയ്യില്ല, നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ അടയ്ക്കുകയുള്ളൂ. എന്നാലാണ് നല്ലതായിട്ട് ഇങ്ങനെ പൊങ്ങി ഇങ്ങനെ പിളർന്ന് വരുന്നത്, പല പല ഫ്ലേക്സ് ആയിട്ട്. ചൂടായി കിടക്കുകയാണെങ്കിൽ ഒരു 18 മിനിറ്റ്സിൽ ഇത് റെഡിയാണ്. പെട്ടെന്നാകും, ഒരു 20 മിനിറ്റ്സ് 18 to 20 മിനിറ്റ്സ് മതിയല്ലോ. ഓ മൈ ഗോഡ്, എത്ര 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 നമ്മൾ ഹോട്ടൽ നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങണ പോലെ തന്നെയല്ലേ. സോ മെനി ലെയേഴ്സ്. ഞാൻ കഴിക്കാൻ പോണു ചൂടോടുകൂടി തന്നെ. ചൂട് എഗ് പഫ്സ്. ബാബുള്ളി. സാധാരണ നമ്മൾ പഫ്സ് കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ഏറ്റവും മടി എന്താ അറിയോ, ഇങ്ങനെ പൊടി വീഴില്ലേ, അതുപോലെ പൊടി വീഴുന്ന ടൈപ്പ്, അത്രയും ലെയേഴ്സാണിത്. നോക്കൂ. ഓ ഭയങ്കര ചൂടായി പോയി കേട്ടോ. ആവി വറക്കുന്ന ഇത്രയും ചൂടോടുകൂടി ഞാൻ പഫ്സ് കഴിച്ചിട്ടേ ഇല്ല. നോക്കി ഇവിടെ എല്ലാം വീണ് കിടക്കുന്ന നോക്കിയാൽ. നല്ല പഫ്സിൻ്റെ സൂചനയാണ് ഈ കാണുന്നത്. ഇതാണ് നമ്മൾ അങ്ങനെ തന്നെ പ്രൊഫഷണലായിട്ട് ചെയ്യുന്നൊരു രീതിയാണ്. നല്ല റിയൽ പഫ്സ് കഴിക്കാൻ വലിയ പാടാണ്. നമ്മുടെ ദേഹത്തെല്ലാം പൊടി വീണുകൊണ്ടേയിരിക്കും, ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്താണ് ശരിക്കുള്ള പഫ് പേസ്ട്രി ഷീറ്റ്സ് വെച്ചിട്ട് പഫ്സ് ഉണ്ടാക്കുന്നൊരു രീതി. അപ്പോൾ നിങ്ങളും ചെയ്യുക. അപ്പം ലില്ലി ഡാൽഡയിൽ ചെയ്യുകയാണെങ്കിലാണ് ഏറ്റവും നന്നായിട്ടൊരു ഔട്ട്കം കിട്ടുന്നത്. ഇനി അത് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, സാധാരണ അവൈലബിൾ ആയിട്ടുള്ള ഡാൽഡയിലൊക്കെ ചെയ്തോളൂ. വൈറ്റ് മസാല ഇസ് എക്സലൻറ്റ്. എരിവ് കൂടുതലൊന്നുമല്ല കേട്ടോ, കറക്റ്റാണ്. ഞാൻ ആവശ്യം പോലെ മസാല വെച്ചിട്ടുണ്ട്, ഒട്ടും പിശുക്കിയിട്ടില്ല. എൻ്റെ ഇവിടെ മുഴുവൻ പൊടി വീണ് കിടക്കുന്നു. പഫ്സ് കഴിച്ച ബഹളമാണ് നോക്കിയേ. അങ്ങനെ രണ്ടാമത്തെ സെറ്റ് പഫ്സും റെഡി ആയി കഴിഞ്ഞു. ഇത് ശരിക്കും 15 മിനിറ്റ് പോലും എടുത്തില്ല കേട്ടോ. 220, 230, 240 ആ ഒരു റേഞ്ചിലാണിത് പോയിരിക്കുന്നത്. നല്ല ചൂടിലാണ്. ഞാൻ ഈ പേപ്പർ ഇട്ട് വെച്ചതുകൊണ്ട് പേപ്പർ കരിഞ്ഞത് കണ്ടോ, അതായത് ഭയങ്കര ഡാർക്കായി. കാരണം എന്താ പറയുക, അത്ര ചൂടാണ് അതിനകത്ത്. ഇറ്റ്സ് വെരി ഹോട്ട്. ചൂടോടുകൂടി ഇളക്കാതെ ഒന്നും തണുത്തിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. ഇതിൽ ഒരെണ്ണം ഞാൻ കഴിച്ചു കഴിഞ്ഞു, അതൊരു കുറവ് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാം ഉണ്ട് ഇവിടെ. അങ്ങനെ ചൂട് ബേക്കറി സ്റ്റൈൽ മുട്ട പഫ്സ് ഓർ എഗ് പഫ്സ് ഇസ് റെഡി. അപ്പോൾ നിങ്ങളും ഇതുപോലെ തന്നെ ഉണ്ടാക്കുക, നിങ്ങൾക്ക് ഇതേ റിസൾട്ട് കിട്ടും. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. പിന്നെ ഇതെല്ലാം കൂടി ഒരു ദിവസം ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു പാടില്ല, നമുക്ക് കുറേ പേസ്ട്രി ഷീറ്റ്സ് ഉണ്ടാക്കി വെക്കാം. ആദ്യം ചെയ്ത പ്രോസസ്സ് കണ്ടല്ലോ, ആദ്യം പരത്തുന്നു, നിറച്ച് ഡാൽഡ പരട്ടുന്നു, 4ആയിട്ട് മടക്കി ഇങ്ങനെ ക്ലോസ് ചെയ്തൊരു റെക്റ്റാങ്കിൾ ഷേപ്പാക്കിയിട്ട് 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കുന്നു. വീണ്ടും എടുത്ത് പരത്തുന്നു, അടുത്ത സെക്കൻഡ് വീണ്ടും ഒന്നുകൂടി ഡാൽഡ കംപ്ലീറ്റ് ആയിട്ട് പരത്തിയിട്ട് അതിൽ തേച്ച് പിടിപ്പിച്ചിട്ട് മടക്കി ഒരു ബുക്ക് ഫോൾഡ് പോലെ ഒരു സ്ക്വയർ പീസാക്കിയിട്ട് ആ സ്ക്വയർ പീസാക്കി നല്ലതായിട്ട് ബട്ടർ പേപ്പർ കൊണ്ടോ അല്ലെങ്കിൽ ക്ലിങ് ഫിലിം കൊണ്ടോ നന്നായിട്ട് റാപ്പ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഫ്രീസറിൽ വെക്കാം, അല്ലെങ്കിൽ താഴെ വെക്കാം, എന്തായാലും കുഴപ്പമില്ല. ഫ്രീസറിൽ തന്നെ വേണമെങ്കിൽ വെച്ചോളൂ, അല്ലെങ്കിൽ താഴെ വെച്ചാൽ മതി. ഓക്കെ, അത് അങ്ങനെ വെച്ചിരുന്നാൽ നമുക്കിപ്പോൾ തലേ ദിവസം വേണമെങ്കിൽ ചെയ്ത് വയ്ക്കാം. പിറ്റേ ദിവസം എടുത്തിട്ട് നന്നായിട്ട് പരത്തിയിട്ട് ഭയങ്കര തിന്നാക്കരുത് ലാസ്റ്റ് പരത്തൽ. ഇത് ഒരു ചെറിയൊരു കട്ടി ഉണ്ടാവണം. എന്നിട്ട് അതിനകത്ത് ഇതുപോലെ മസാല വെച്ച് സ്ക്വയേഴ്സായിട്ട് മുറിച്ചിട്ട് ഇങ്ങനെ ചെയ്യാം. അപ്പോൾ മുട്ട പഫ്സ് ആയതുകൊണ്ടാണ് വലിയ സ്ക്വയേഴ്സ്. നമ്മൾ ചിക്കൻ പഫ്സോ അല്ലെങ്കിൽ മീറ്റ് പഫ്സോ ഒക്കെ ആണെങ്കിൽ, വെജിറ്റബിൾ പഫ്സ് ആണെങ്കിൽ ഷേപ്പ് ഇങ്ങനെയല്ലേ വരുന്നത്, മടക്കി വരുന്നത്. അപ്പോൾ അത് കുറച്ചുകൂടെ നീളമുള്ള പീസസായിട്ട് കട്ട് ചെയ്തിട്ട് മടക്കാം. അങ്ങനെ വരികയാണെങ്കിൽ ഇതിൽ നിന്നും ഏകദേശം 18 to 20 പഫ്സ് ഉണ്ടാക്കാം ഈ ഒരു അളവിൽ നിന്ന്. ഇതിപ്പോൾ നമുക്ക് 9 എണ്ണമേ കിട്ടിയിട്ടുള്ളൂ. ഇത് ഇച്ചിരി വലുതായിട്ട് ഞാൻ ചെയ്തതാണ്.
കുറച്ചുകൂടി ചെറുതാക്കി ചെയ്യാം. അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 12 എണ്ണമൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ 2 കപ്പ് മാവല്ലേ എടുത്തുള്ളൂ മൈദ മാവ്. അതിൻ്റെ എന്താ പറയുക, വില ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. 2 കപ്പ് മൈദ മാവ്, പിന്നെ കുറച്ച് 125 ഗ്രാം ഡാൽഡ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ വേറെ വലിയ ചിലവൊന്നും ഇല്ലല്ലോ. ഈ ഓവനിന് പകരം നിങ്ങൾക്ക് ഓവൻ ഇല്ലാത്തവർ നല്ല ചൂടാക്കിയിട്ട്, ഇപ്പോൾ നമ്മൾ ചരുവത്തിൽ നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്യില്ലേ, അതേപോലെ പാത്രത്തിനകത്തേക്ക് ഇറക്കി വെച്ചിട്ട്, പക്ഷെ നല്ലതായിട്ട് ചൂടായിരിക്കണം. നല്ല ചൂട് കൊടുത്തിട്ട് തന്നെ ചുട്ടെടുക്കണം. അത്രേ ഉള്ളൂ. ഓക്കെ, അങ്ങനെയും ചെയ്യാം. അപ്പോൾ എന്തായാലും സന്തോഷം. ഇത് മുട്ട പഫ്സ്, അതല്ല നിങ്ങൾക്ക് ചിക്കൻ പഫ്സ് വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം. മീറ്റ് പഫ്സ് ആണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം. വെജിറ്റബിൾ പഫ്സ് ആണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം. പിന്നെ സ്വീറ്റ് പഫ്സ് എന്തെങ്കിലും വേണമെങ്കിൽ അങ്ങനെയാകാം. ഫില്ലിങ് നിങ്ങളുടെ ഇഷ്ടമുള്ള എന്ത് ചെയ്തോളൂ. പക്ഷേ പേസ്ട്രി ഷീറ്റ്സ്, പഫ് പേസ്ട്രി ഷീറ്റ്സ് ഇങ്ങനെ തന്നെ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന റിസൾട്ട് കിട്ടും. എനിക്ക് തോന്നുന്നു ചില ബേക്കറി പോയി ഇത്രയും നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഇതുപോലെ ഈ മെത്തേഡിൽ ഉണ്ടാക്കുന്ന പഫ്സ് എല്ലാ ബേക്കറിയിലും കിട്ടില്ല. ഞാൻ തന്നെ ഇവിടെ ഒരുപാട് ബേക്കറി, പക്ഷേ ചില ബേക്കറിയിൽ ഭയങ്കര ഗംഭീരമായിരിക്കും. അതെനിക്ക് തോന്നുന്നു അവരെ ലില്ലി ഡാൽഡ ഒക്കെ ഉപയോഗിച്ചിട്ട് തന്നെയായിരിക്കും ചെയ്യുന്നത്. എന്തായാലും സന്തോഷം. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഒരു പ്രോമിസ് ഞാൻ കീപ്പ് ചെയ്തിരിക്കുന്നു. ഈ ന്യൂ ഇയറിൽ 2024 നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതൊരു ന്യൂ ഇയർ സമ്മാനമായിട്ടാണ് ഞാൻ ഈ മുട്ട പഫ്സ് ഉണ്ടാക്കി കാണിച്ചത്. അപ്പോൾ ഞാൻ കുറേ നാൾ മുമ്പ് പ്രോമിസ് ചെയ്താണ് ചെയ്ത് കാണിക്കുന്നത്. എനിക്ക് സന്തോഷമായി അത് നിങ്ങൾക്കായിട്ട് തരുന്നതിൽ. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു ഓൾ.